നേഴ്സുമാരെ ആവശ്യമില്ല. തിരിച്ചു പോണ സമയത്ത് നമുക്ക് തരുന്ന ബെനിഫിറ്റുകളും നമ്മളെ തിരിച്ചു വിടാനുണ്ടാവുന്ന. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറച്ചായിട്ട് കേൾക്കുന്നുണ്ട് ജർമ്മനിയിൽ നേഴ്സുമാരെ തിരിച്ചു വിടുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എക്സാം എഴുതി 2 പ്രാവശ്യം എഴുതാനുള്ള അറ്റംപ്റ്റ് തരും. ഈ 2 പ്രാവശ്യം എഴുതിയിട്ട് തോറ്റു പോയവരാണ് തിരിച്ച് കയറ്റി വിടുന്നത്. അല്ലാണ്ട് വെറുതെ ഇവിടെ വന്ന് അപ്പോൾ തന്നെ തിരിച്ചു കയറ്റി വിടും അങ്ങനത്തെ ഒരു സംഭവം അല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. ഇതാണ് കാരണം. പിന്നെ അപ്പം ഞാൻ ബാക്കി പറഞ്ഞു വന്നത്, നമുക്ക് നാട്ടിൽ നഴ്സിംഗ് പഠിച്ചവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ആ സർട്ടിഫിക്കറ്റിനകത്ത് നമ്മുടെ പ്രാക്ടിക്കൽ അവേഴ്സും തിയറി അവേഴ്സും എല്ലാം കാൽക്കുലേറ്റഡ് ആയിരിക്കും. ഇതിൽ നമ്മുടെ പ്രാക്ടിക്കൽ അവേഴ്സും തിയറി അവേഴ്സും ഇവർ പറയണ അത്രയും നമുക്ക് ഇല്ല എന്നുള്ളൊരു ഇത് വരുമ്പോൾ നമുക്ക് അൺപാസിംഗ് എക്സാം അല്ലെങ്കിൽ കെൻഡനീസ് എക്സാമായിട്ട് നമുക്ക് അങ്ങനെ 2 എക്സാംസ് ഉണ്ട് കേട്ടോ. ഈ 2 എക്സാംസ് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എഴുതേണ്ട ആവശ്യം വരും. അപ്പം ഇത് നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രാവശ്യം എഴുതി തോറ്റുപോയി, അപ്പം നമുക്ക് വീണ്ടും 1 പ്രാവശ്യം കൊണ്ട് എഴുതാനായിട്ടുള്ള അവസരമുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം എഴുതി നമ്മൾ തോറ്റുപോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ റിട്ടേൺ കയറി പോകേണ്ട ഒരു അവസ്ഥ വരുന്നുള്ളൂ. പക്ഷെ ബൈ ചാൻസ് ചിലവരൊക്കെ എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പഠിച്ച് ഇറങ്ങിയിട്ട് ഇവിടെ വന്നിപ്പോൾ 2 അറ്റംപ്റ്റിലും കിട്ടണില്ല, ഈ നാട്ടിൽ പോയി കഴിഞ്ഞാലും ബുദ്ധിമുട്ടായാലോ എന്ന് ചിന്തിക്കുന്നവരൊക്കെ ചിലപ്പോൾ ഇവിടുത്തെ നഴ്സിംഗ് ഹൗസ് ബിൽഡും ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെയുള്ളതൊക്കെ മാറ്റി കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മൾ നഴ്സായിട്ട് വന്ന് നമ്മൾ തോറ്റു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പക്ഷെ തിരിച്ചു പോകൽ പോസിബിൾ ആവില്ല എന്നാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഇവിടെ നഴ്സിംഗ് ഹൗസ് ബിൽഡും പഠിക്കാൻ, അതായത് നഴ്സിംഗ് പഠിക്കാനുള്ളൊരു ഓഫർ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് അങ്ങനെ ഒരു സംഭവം പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നഴ്സിംഗ് പഠിക്കുകയും ചെയ്യാം. അതല്ല പിന്നെ നമ്മൾ കുറച്ച് ഇനിയിപ്പോൾ പഠിച്ചാൽ നമുക്ക് പറ്റില്ല അങ്ങനത്തെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ തിരിച്ച് കയറി പോണത്. പക്ഷെ എൻ്റെ ഒരു ഇത് വെച്ചാണെങ്കിൽ നമ്മൾ എങ്ങനെ പോയാലും നമ്മൾ പാസ്സാവും. നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ്സാവാവുന്ന കാര്യമുള്ളൂ കേട്ടോ. നമ്മൾ കുറച്ചധികം ഒന്ന് മെനക്കെട്ടാൽ മതി എന്നുള്ളൂ. അൺപാസിംഗ് ആയാലും കെൻഡനീസ് ആയാലും നമ്മൾ ഫസ്റ്റ് കുത്തിപ്പോന്നില്ലെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റിൽ മിക്കവാറും എല്ലാവരും തന്നെ പാസ്സാവും. അതുകൊണ്ട് നിങ്ങൾ പാസ്സാവണില്ല കയറിപ്പോൾ അങ്ങനത്തെ ഇത് വിചാരിക്കേണ്ട ആവശ്യമില്ല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടിരുന്നു എക്സാംസ് ഒന്നും അറ്റൻഡ് ചെയ്യിക്കാതെ തന്നെ വന്നു ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേക്കും മടങ്ങി പോകേണ്ട ഒരു അവസ്ഥ വന്നു. അതെന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ B1 ഫുൾ മൊഡ്യൂളായിട്ട് വന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നത് മനസ്സിലാവണില്ല, അതല്ലെങ്കിൽ ഇവർ പറയുന്നത് മനസ്സിലാവണുണ്ട് പക്ഷെ നമുക്ക് തിരിച്ച് ആൻസർ ചെയ്യാൻ പറ്റണില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം മനസ്സിലാവുമായിരിക്കും, പക്ഷെ നമുക്ക് അതേപോലെ അത് ശരിയാണ്, നമുക്ക് വന്ന് കുറച്ച് നാളത്തേക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവും, നമുക്ക് മനസ്സിലാവുമായിരിക്കും. പക്ഷെ തിരിച്ച് ആൻസർ ചെയ്യുമ്പോൾ ഇതാണോ അതാണോ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ എനിക്ക് പറയുന്നത് നമ്മൾ ഗ്രാമർ നോക്കരുത്. നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് B1 B2 ഒക്കെ പഠിച്ച് ഗ്രാമറൊക്കെ ഫുള്ളായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ തിരിച്ചു പറയുമ്പോൾ അയ്യോ ഇവിടെ V ആണോ ദർ ആണോ എസ് ആണോ ഇസ്റ്റ് ആണോ അങ്ങനെ നമ്മൾ നോക്കരുത്. നമ്മൾ എന്താണോ നമുക്ക് മനസ്സിലായതാവുന്ന തിരിച്ച് അവർക്കൊരു ആൻസർ കിട്ടിയാൽ മതി. അതായത് നമുക്ക് മനസ്സിലാവണുണ്ട് എന്നുള്ളത് അവർക്കൊന്ന് മനസ്സിലായാൽ മതി, അത്രേ ഉള്ളൂ കേട്ടോ. ആളുടെ ഗ്രാമറും കാര്യങ്ങളും ഒന്നും നോക്കണമൊന്നുമില്ല കേട്ടോ. നമുക്ക് കമ്മ്യൂണിക്കേഷൻ അത് മതി എന്നുള്ള ഇതുള്ളൂ, അല്ലാണ്ട് ഗ്രാമാറ്റിക് ആയിട്ടുള്ള ഇത് വേണമെന്നില്ല. അപ്പോൾ നമുക്ക് ഗ്രാമർ കിട്ടണില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഇതില്ലാന്ന് പറഞ്ഞാൽ നമ്മൾ മിണ്ടാതെ നിൽക്കരുത്. ചിലപ്പോൾ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്കോടുകൂടി പാസ്സായവർക്കൊക്കെ ആയിരിക്കും ഈ ഒരു അവസ്ഥ വന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഗ്രാമർ ശരിയാവണില്ല അല്ലെങ്കിൽ ഗ്രാമർ ശരിയാവും അങ്ങനത്തെ ഒരു കൺഫ്യൂഷനും വെക്കരുത്. എന്താണോ നമ്മുടെ അടുത്ത് സ്റ്റാഫുമാർ പറയുന്നത് അല്ലെങ്കിൽ ഡോക്ടർമാർ അങ്ങനെ എന്താണോ നമുക്ക് മനസ്സിലാവുമായിരിക്കും. ആ മനസ്സിലായ സംഭവം നമ്മൾ അങ്ങോട്ടേക്ക് ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. പലപ്പോഴും ഞാൻ കേട്ടേക്കുന്ന കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ മനസ്സിലാവുണ്ട് പക്ഷെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റണില്ല. നമ്മുടെ സ്റ്റാഫുമാരോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സംസാരിക്കും, നമ്മൾ തിരിച്ച് ആൻസർ ചെയ്യാതിരിക്കരുത്. തെറ്റായാലും കുഴപ്പമില്ല, ഗ്രാമർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും നമ്മൾ ആൻസർ ചെയ്യണം. ഒന്നും മിണ്ടാതിരിക്കും. ഞാൻ പറയുന്നത് അവൾക്കൊന്നും മനസ്സിലാവണില്ല, ഞങ്ങളുടെ ഒരു നുള്ളാണ് അവളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അപ്പം അതിലും ഭേദം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അവൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ അവൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്, കുഴപ്പമില്ല, അവൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഞങ്ങൾ പറയുന്നത് അവൾക്ക് മനസ്സിലാവണുണ്ട്, അത്ര വലിയ ഇതില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ കമ്മ്യൂണിക്കേഷൻ നുള്ളാണ്, 0 ആണെന്ന് പറയണേൽ നല്ലതല്ലേ, എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. അപ്പം നമ്മൾ അവർ പറയണ അനുസരിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ശ്രമിക്കണം കേട്ടോ. അത് തന്നെയാണ് ഞാൻ വീണ്ടും ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ ഇവർ കണക്കാക്കുന്നത് കേട്ടോ. ഗ്രാമറോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ പറയണത് അങ്ങോട്ടും ഇങ്ങോട്ട് മനസ്സിലായ ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്നുള്ളത്. ഹോസ്പിറ്റലിലൊക്കെ കയറുന്ന സമയത്ത് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ നമുക്ക് വിസിറ്റൊക്കെ ചെയ്യേണ്ടി വരും, നമുക്ക് റൗണ്ട്സ് ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ റൗണ്ട്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് അപ്പം നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് നോട്ട് ചെയ്ത് വെച്ച് നമ്മളത് ചെയ്യണം. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ അത് ഭയങ്കര വലിയ ഫോൾട്ടായിരിക്കുമല്ലോ, അത് പിന്നെ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആൻസർ ചെയ്തിരിക്കണം കേട്ടോ. നമ്മൾ ഒരിക്കലും അവരെ കൊണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നുള്ളാണെന്ന് പറയിപ്പിക്കരുത്, 0 ആണെന്ന് പറയിപ്പിക്കരുത്. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് ഇപ്പം എൻ്റെ വാർഡിലൊക്കെ ഇങ്ങനെ സ്റ്റുഡൻസ് വന്ന സമയത്ത് വേറെ നാട്ടിലെ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും.
അപ്പോൾ വരുമ്പോൾ ഞങ്ങളുടെ ഇത് പറയാറുണ്ട്, സ്റ്റേഷനിൽ ഇൻചാർജ് പറയാറുണ്ട്, നമ്മളിപ്പോൾ കൂടുതലായിട്ടൊന്നും അറിഞ്ഞില്ല, ഇപ്പോൾ നിങ്ങൾ ബേൻസ് സേൻസ് അതൊന്നും വേണമെന്ന് പറയുന്നില്ല, ഞാൻ പറയണത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുണ്ടോ, നീ പറയേണ്ടത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുണ്ടോ, അതാണ് മെയിനായിട്ട് വേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റുഡൻസിനെ പറഞ്ഞു കൊടുക്കണം. ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ, ഞങ്ങളുടെ ഇൻചാർജ് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കേൾക്കാറുണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഭാഷയുടെ. പിന്നെ അല്ലെങ്കിൽ അത് പയ്യനെ പിന്നെ ലാങ്സും ശരിയായിക്കോളും, പക്ഷെ എന്തെങ്കിലും ഒന്ന് വായി തുറക്കണം എന്നാണ് പറയാറ്. മൂണ്ട് എപ്പോഴും ഇങ്ങനെ ചെയ്തിരിക്കരുത് എന്നാണ് പറയണത്. അപ്പൊ എനിക്ക് ഇനി വരാനിരിക്കുന്നവരുടെ അടുത്താണെങ്കിലും ഇവിടെ വന്നിട്ടുള്ളവരുടെ അടുത്താണെങ്കിലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റായിക്കോട്ടെ, തെറ്റായിക്കോട്ടെ, നമ്മൾ പറയണത് തെറ്റായാലും കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും അറിയാം എന്നുള്ളതും അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യണുണ്ട് എന്നുള്ള ഇത് നമ്മൾ അവിടെ വരുത്തിയെടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ല എന്നുണ്ടെങ്കിലാണ് പ്രശ്നങ്ങൾ വരുന്നതും പിന്നെ അവർക്ക് പറ്റൂല എന്നാവണതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. മെയിനായിട്ട് ഹോസ്പിറ്റലിലൊക്കെ ഇവർ പറയുന്ന ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി വരും. നമുക്ക് എമർജൻസി കേസസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പേഷ്യൻസിൻ്റെ അടുത്ത് എമർജൻസി ഒക്കെ വന്ന സമയത്ത് നമ്മൾക്ക് പേഷ്യൻസിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയണം. ആ സമയത്ത് എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ പേഷ്യൻസ് വന്നിട്ട് പറയണ കാര്യം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് മനസ്സിലായാലാണല്ലോ അത് ഡോക്ടറിൻ്റെ അടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഡോക്ടർ പറഞ്ഞ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പേഷ്യൻസിന് ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് പോയി നമ്മൾ വേറെ നമ്മുടെ കൊളീഗിനെ വിളിക്കുന്ന സമയത്ത് അവർ വേറെ ഡ്യൂട്ടി, അങ്ങനെ ഭയങ്കര ഇതുകൾ ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും സ്ട്രെസ്സാവും. അപ്പം അതുകൊണ്ടാണ് ഭാഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതും. B1ഉം B2 ഫുൾ മൊഡ്യൂളൊന്നും അല്ല, നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഭാഷ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതാണ് ഇപ്പം ഇവിടെ പറയണ ഹോസ്പിറ്റലിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഇപ്പം ഇവിടെ പറയണ മെയിൻ സംഭവം കേട്ടോ. അത് ഞങ്ങളുടെ ഇൻചാർജ് ഞങ്ങൾക്ക് മെയിനായിട്ട് പറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ഹൗസ് ലാൻഡേഴ്സിനെ എത്തിയിട്ട് ഇങ്ങനെ പറയും, ഇനി നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് വന്നിട്ടുണ്ടെങ്കിലോ പഠിക്കാനോ ജോലിക്കോ വന്നിട്ടുണ്ടെങ്കിൽ പറയണം, നിങ്ങൾ ബേസ് വൈയും അയിൻസും ഒക്കെ വാങ്ങിച്ചോ കുഴപ്പമില്ല, പക്ഷേ ഇത് ഉണ്ടായിരിക്കണം എന്നുള്ളത്, നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടായിരിക്കണം. എല്ലാം അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാം അറിയാം പക്ഷെ ഇങ്ങോട്ട് വന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തും ആയിക്കോട്ടെ, അവർ തന്നെ പറഞ്ഞത് കംപ്ലീറ്റ് ഫാൾസ് ആയിക്കോട്ടെ കുഴപ്പമില്ല, പക്ഷെ എന്തെങ്കിലും ഒന്ന് അനുവർത്തനം എന്നൊക്കെയാണ് അവർ ഇത് ചെയ്യായിട്ട് ഞാൻ ഇത് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഈ നമ്പറിലോ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ്. ഞാൻ എല്ലാത്തിനും ആൻസർ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിനുള്ള ബൈ.